സന്തോഷിക്കുകയാണ്. ഇത്രയും മഹത്തായ ഒരു ഭരണഘടന ലോകത്തൊരു രാജ്യത്തുമില്ല. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടന ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവന്റെ വിശ്വാസത്തിനനുസരിച്ച്, അവന്റെ ആചാരങ്ങൾക്കനുസരിച്ച് അവനക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു പൂന്തോപ്പാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ കടന്നു വന്നു, മറ്റ് കൊളോണിയൽ രാജ്യങ്ങൾ ഇവിടെ കടന്നു വന്ന് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ചപ്പോൾ, നമ്മുടെ രാജ്യത്ത് അവർ വന്നപ്പോ നമ്മൾ അവർ കൈയും നീട്ടി സ്വീകരിച്ചു. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം. ഇവിടെ ആര് വന്നാലും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാം സംവിധാനിക്കുകയും ചെയ്യും. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോ അവർ ചെയ്തത് നമ്മുടെ രാജ്യത്തിന്റെ മതത്തെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന് കൈകടത്തുകയും നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും മതചേരികളാക്കി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതക്കും രാജ്യത്തിന്റെ സുസ്ഥിരതക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും കോട്ടം വരുത്താൻ ശ്രമിച്ചപ്പോഴാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ എന്ന പേരിൽ നാം ഒന്നിച്ചുകൊണ്ട് നാമൊക്കെ ഒരേ ഒരു സഹോദരങ്ങളാണ്, നാമൊക്കെ പരസ്പരം സ്നേഹിച്ചു കഴിയുന്നവരാണ്. ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ സിഖ് എന്നോ ക്രിസ്ത്യാനി എന്നോ മതേതര ചേരികളായി ഭിന്നിക്കാതെ ജീവിച്ചു പോയ, ഒന്നിച്ചു നിന്ന് ഒരമ്മയുടെ മക്കളെ പോലെ ജീവിച്ച നമ്മുടെ രാജ്യത്തിന്റെ കടങ്കൽ കത്തിവെക്കാൻ ശ്രമിച്ചപ്പോ നാം ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചൊരുമയോടെ പോരാടി. അവിടെ മുസ്ലിം എന്ന വ്യത്യാസമില്ല, ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ല, മതത്തിന്റെ പേരിലുള്ള യാതൊരുവിധ വിഘടനമോ യാതൊരുവിധ വിഭജനമോ ഇല്ലാതെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പോരാടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നമുക്കറിയാം, മൗലാന മുഹമ്മദ് അലിയെ പോലെ, ജോഹർ അലിയെ പോലെ, ഷൗക്കത്ത് അലിയെ പോലെ പ്രഗത്ഭരായ പലരും, ടിപ്പു സുൽത്താനെ പോലെ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗവത്തായവരാണ്. അവർക്കെയും ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഹൃദയം കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു നമുക്ക് നേടിത്തന്നതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ അവകാശങ്ങൾ ഓരോ പൗരനും ഭരണഘടന നൽകുന്ന സംരക്ഷണങ്ങൾ അത് നൽകുക എന്നത് ഓരോ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക, സംസ്കാരത്തിന്റെ പേരിൽ വിഭജിപ്പിക്കുക, അങ്ങനെ രാജ്യത്തിന്റെ അന്തസ്സത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ, ഭരണഘടനയെ നശിപ്പിക്കുന്ന രൂപത്തിൽ നമുക്കറിയാം മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ കടന്നു കയറിയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ധീരജവാന്മാരായ, ഇതിനു വേണ്ടി പോരാടിയ മുഗൾ സാമ്രാജ്യത്തിൽ മുഗളന്മാർ, അവരെയൊക്കെയും പേരുകൾ മാറ്റിയും അവർ ഈ രാജ്യത്തിന് സമർപ്പിച്ച ഒരുപാട് തുല്യമില്ലാത്ത പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിലും രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചവരെ താഴ്ത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുമ്പോൾ നാം വേദനിക്കുകയാണ്. നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരത നമുക്കൊരിക്കലും, നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന അനീതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.